ഹലോ, ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. ഒരു ഇൻ്റർനാഷണൽ ടൂറ് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അത് എവിടേക്കാണ് പോകണത്, എങ്ങനെയെന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ മനസ്സിലാവും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു രാവിലെ 5:30, 6 മണി 5:30 സമയത്ത് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് വരുന്നത് 10:30-ക്കാണ്. രാവിലെ 10:30 നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൽ നിന്നാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഞാനുണ്ട്, ഉമ്മയുണ്ട്, കുട്ടികളൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പം ഇവിടുത്തെ ഇക്കായാണ് ഞങ്ങളെ കൊണ്ടാക്കി തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തോട് എത്തിയ മക്കളൊക്കെ ആയിട്ട് പോകുമ്പോൾ കുറച്ച് അവിടുത്തെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും അവിടെ ബുദ്ധിമുട്ടായിരുന്നെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നേരത്തോടു കൂടി ഇറങ്ങിയത്. അങ്ങനെ നമ്മളിവിടെ എത്തി നമ്മുടെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ വേഗം വേഗം നടന്നിട്ടാണ്. സത്യം പറഞ്ഞാൽ മക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എന്താ പറയുക, ഇങ്ങനെ ഫ്ലൈറ്റിൽ പോണതും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരെ കളിക്കണ സാധനങ്ങൾ അതൊക്കെ എടുത്തിട്ട് അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പോൾ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് നമുക്ക് വേഗം കാര്യങ്ങൾ നടന്ന് സ്പീഡാക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ നടന്നിട്ട് ചിലയിടത്ത് ഒരു പറഞ്ഞ പോലെ നമ്മളെ ചെക്കിങ്ങും കാര്യങ്ങളും അവിടെ ഒരു തെറ്റി സമയം നേരം വഴുകി. കാരണം ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കും തിരക്കുന്നില്ല നിന്നിരുന്നത്. പിന്നെ നമ്മൾ രാവിലെ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് ഫുഡ് ഉണ്ടാവുമല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് കിട്ടും. പിന്നെ ചെന്ന് ഇരുന്ന ഉടനെ തന്നെ കുട്ടികൾക്ക് കളിക്കണ കളിപ്പാട്ടങ്ങൾ അത് കിട്ടി, 2 പേർക്ക് അത് കിട്ടി. പിന്നെ എന്താ ചിത്രം വരക്കാൻ വേണ്ടിയിട്ട് കളറും ബുക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതും കിട്ടി. പിന്നെ അത് കിട്ടിയ ഉടനെ അവർ അത് വെച്ചിട്ട് വരക്കലും കാര്യങ്ങളൊക്കെ ഇരുന്ന്, പിന്നെ ചവിട്ടിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് പാട്ട് കേൾക്കുക, കാർട്ടൂൺ വെച്ചാൽ എമ്മച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അതൊക്കെ ഇരുന്നിട്ട് കഴിഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കിട്ടിയപ്പോൾ പിന്നെ ഫുഡ് കഴിച്ച്. അതിൽ പല ഫുഡുകളുണ്ടായിരുന്നു. മീൻ ബിരിയാണി, ചിക്കൻ, പിന്നെ വിത്ത് റൈസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ വിത്ത് റൈസ് അതിലുണ്ടായിരുന്ന മഞ്ഞ സാധനം, അതെന്താ സാധനം എന്നൊക്കെ മനസ്സിലായില്ല, വല്ല പുഡിങ്ങാന്നാണ് തോന്നുന്നത്. ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്ന കേട്ടോ. ഞാൻ എൻ്റെതും കഴിച്ച്, മോള് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ മോളതും ഞാൻ തന്നെ കഴിച്ച്. പിന്നെ നമുക്ക് മക്കളൊക്കെ ആയിട്ട് യാത്ര ചെയ്യിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊക്കെ തന്നെയാണ്. പിന്നെ നമ്മളവിടെ എയർപോർട്ടിലെത്തി. അവിടെ എത്തിയിട്ട് അവിടെ ഇറങ്ങാൻ കുറച്ച് സമയം എടുത്തു. കാരണം ഇവർക്ക് കളർ ചെയ്യാൻ കിട്ടിയ ബുക്ക് അവിടെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അവിടെ യുദ്ധം ഉണ്ടായിരുന്നത്. എല്ലാവരും ഇറങ്ങിയിട്ട് ലാസ്റ്റിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഇറങ്ങി നോക്കി നോക്കുമ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂടെ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ കുട്ടീനെ അവിടെ കാണാനില്ല. പിന്നെ അവിടെ നിന്ന് നമ്മളെ ഈ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ കിട്ടുന്നിടത്തേക്ക് നടക്കണമെങ്കിൽ അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. പിന്നെ അവരിങ്ങനെ ഒരു വണ്ടി പോലത്തെ സംഭവമൊക്കെ വരുന്നുണ്ട്, പക്ഷേ നമ്മൾ അതിൽ കയറിയില്ല, അറിയുന്നുണ്ടായിരുന്നില്ല അതിൽ നമുക്ക് കയറാനുള്ളതായിരുന്നു. പിന്നെ അങ്ങോട്ട് നടക്കാൻ അത്യാവശ്യം ദൂരം നടന്ന് എത്തുമ്പോഴത്തേനും പിന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞ് അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ പുറത്ത് നിൽക്കുന്നവർക്ക് അവർക്ക് ആകെ ഭ്രാന്തായി തുടങ്ങി കാണാണ്ടായപ്പോൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. എന്താണ് കുക്കർ മന്തി അങ്ങനെ എന്തോ ഒരു സംഭവമെന്നാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഇട്ടാണ് ഇവിടുത്തെ ഫുഡ്. എന്താ കടയുടെ പേര് ഞാൻ മറന്നുപോയി. നല്ല വിശപ്പുള്ള സമയമല്ലേ, അപ്പോൾ നല്ല അടിപൊളി ഫുഡ് പിള്ളേരും ഒക്കെ കഴിച്ച് നല്ല രസമുണ്ടായിരുന്നു. ഇതെന്തോ സ്പെഷ്യലാണെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അത് പറയാതിരിക്കാൻ വയ്യ, കിഡിലൻ സംഭവം. അങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ളത് ഖത്തറിലേക്കാണ് കേട്ടോ. ഇക്കാൻ്റെ അടുത്തേക്കാണ് എത്തിയിട്ടുള്ളത്. ഒരു 3-4 മാസം ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെ ഖത്തറിലെത്തി. അവിടെ ഭയങ്കര തണുവായിരുന്നു, നല്ല തണുവ്. ഇപ്പോൾ നല്ല തണുവ് സമയമാണ്. അങ്ങനെ മക്കൾക്ക് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ടാണ്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.